ഹലോ, നല്ല നമസ്കാരം. ആശാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഫിലിം വിത്തിൻ്റെ ഫിലിം, അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. ആ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന ആ ഒരു പ്രമേയം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തലമുറകളിൽപ്പെട്ട സിനിമാ മോഹികളുടെ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അനന്തൻ എന്ന് പറയുന്ന ജോമോൻ ജ്യോതിർ ചെയ്ത കഥാപാത്രം ഒരു പതിറ്റാണ്ടായി സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാകാൻ കൊതിച്ച് കൊച്ചിയിൽ അലയുന്ന സാധാരണക്കാരനായ ഒരു യുവാവ്. അതോടൊപ്പം തന്നെ ആശാൻ ഇന്ദ്രൻസ് ചെയ്ത കഥാപാത്രം വർഷങ്ങൾക്ക് മുമ്പേ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള, നിലവിൽ ഒരു ഫ്ലാറ്റിലെ അസോസിയേഷൻ പ്രസിഡന്റായി കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന സിനിമ ഷൂട്ടിങ്ങും അവിടെ ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള കണ്ടുമുട്ടലും അവർ ഒരുമിച്ച് ഒരു സിനിമയെ ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ കഥാകൃത്ത് കൂടിയായിട്ടുള്ള ജോൺ പോൾ ജോർജിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുമായിട്ട് ചിത്രത്തിന് അടുത്ത ബന്ധമുണ്ടോ എന്ന് സംശയിച്ചാൽ അത് തെറ്റില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ സിനിമയിലെത്താൻ വേണ്ടി ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഒക്കെ അനുഭവങ്ങൾ ഒരുപാട് സിക്താനുഭവങ്ങളാണ്. ഒരുപാട് അപമാനങ്ങൾ, ആ അപമാനങ്ങൾ അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. ഇതൊക്കെ വ്യക്തമാക്കാൻ വേണ്ടി സംവിധായകൻ ഈ സിനിമയിലൂടെ പരമാവധി പരിശ്രമിക്കുകയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരുത്തരും സിനിമ എന്ന് പറയുന്ന ഈ വലിയ ലോകത്തേക്ക് കടന്നു വരുന്നത്. അതിനെയൊക്കെ വളരെ ഗംഭീരമായി ഈ കാണിക്കാൻ വേണ്ടി ജോൺ പോളിന് കഴിയുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്ദ്രൻസ്, ഈ ചിത്രത്തിൻ്റെ നട്ടെല്ല് ഇന്ദ്രൻസിൻ്റെ പ്രകടനമാണ്. തൻ്റെ സ്വാതസിദ്ധമായിട്ടുള്ള വിനയവും എന്നാൽ കരുത്തുറ്റ അഭിനയ മുഹൂർത്തങ്ങളും കൊണ്ട് ആശാൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അനശ്വരമാക്കി എന്ന് തന്നെ ഞാൻ പറയും. ഹൊറർ വേഷം മുതൽ കോമഡി വരെ അദ്ദേഹം ഇതിൽ പരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോമോൻ ജ്യോതിർ, സാധാരണ കോമഡി വേഷങ്ങളിൽ കാണാറുള്ള ജോമോൻ ഈ ചിത്രത്തിൽ വളരെ ഗൗരവമുള്ള വൈകാരികവുമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ജോമോൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരിക്കും എന്ന് വേണം കണക്കാക്കാൻ വേണ്ടി. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ചെയ്തതായി നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ ഗപ്പി, അമ്പിളി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജോൺ പോൾ ജോർജ് തൻ്റെ സിഗ്നേച്ചർ ശൈലിയായിട്ടുള്ള ഫീൽ ഗുഡ് മൂഡ് ഈ ചിത്രത്തിനും നിലനിർത്തുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ സംഗീത സംവിധായകൻ തന്നെയാണ് ഇണ നൽകിയ കുഞ്ഞിക്കവിൾ മെഹമേ എന്ന പാട്ട് ചിത്രത്തിനൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപാട് വൈകാരിക രംഗങ്ങളെ മികച്ച രീതിയിൽ എൻഹാൻസ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമൽ ജോസ് തച്ചിലിൻ്റെ ക്യാമറ വർക്കും ചിത്രത്തിന് ഒരു സർഗാത്മകമായ ഒരു ഭംഗി നൽകുവാൻ, പ്രത്യേകിച്ച് കഥകളി പശ്ചാത്തലവും അതോടൊപ്പം തന്നെ സിനിമയ്ക്കകത്തെ സിനിമയും അങ്ങനെയുള്ള പല രംഗങ്ങളും നല്ല രീതിയിൽ പ്രകടമാക്കാൻ ക്യാമറമാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ സിനിമകളിൽ കാണാറുള്ള ക്ലീശകളെ ബ്രേക്ക് ചെയ്യാൻ ഈ ചിത്രം പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്ലൈമാക്സ് രംഗങ്ങൾ വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അതൊരു ക്ലാസിക് മൂവ്മെൻറ്റ് തന്നെയാണ്. സിനിമയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സിനിമയിൽ എത്തിപ്പെടാതെ കണ്ണീരൊലിപ്പിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതൊരു റെഫറൻസ് കൂടെയാണ് എന്ന് ഈ സിനിമയെ നമുക്ക് പറയാൻ പറ്റും. നെഗറ്റീവ് നോക്കുമ്പോൾ ഈ സിനിമയുടെ പോരായ്മ തന്നെ ഇതിൻ്റെ 2 മണിക്കൂർ 40 മിനിറ്റ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഉണ്ട്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ നല്ലൊരു എഡിറ്ററിൻ്റെ പിശക് അല്ലെങ്കിൽ നല്ലൊരു എഡിറ്ററിൻ്റെ അഭാവം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലാഗ്. കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ട്, ലാഗ് അടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു നല്ലൊരു അനുഭവം എന്നതിലുപരി മാനസികമായിട്ടൊരു വലിയ ഭാരം ഇറക്കി വച്ചായിട്ടുള്ള ഒരു ക്ഷീണം പോലെ ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആവശ്യമില്ലാത്ത സീനുകൾ വെട്ടി മാറ്റിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതൊരു കിടിലൻ സിനിമയാകുമായിരുന്നു. അതോടൊപ്പം തന്നെ തിരക്കഥയിലെ ആ ഒരു ഇഴച്ചലും വലിപ്പവും, ജോൺ പോൾ തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ, തന്നെയാണ് ഇതിന് തിരക്കഥ. പക്ഷേ സിനിമകളിലെ അദ്ദേഹം ചെയ്ത മുമ്പത്തെ പല സിനിമകളുടെയും ആ ഒരു വൈകാരിക നിമിഷത്തിന് പ്രാധാന്യം നൽകുമ്പോൾ പലപ്പോഴും സ്ക്രീൻ പ്ലേ അദ്ദേഹം മറന്നു പോയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഇൻ്റർവെല്ലിന് ശേഷം കഥയിൽ വലിയൊരു ടെസ്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ സംവിധായകന് സാധിച്ചിട്ടില്ല. കൊണ്ടുവന്ന ട്വിസ്റ്റ് ഉണ്ടല്ല, ആ ബിൽഡിംഗ് പോലെ തന്നെ ചുറ്റി കറങ്ങി അവിടെ പെട്ടെന്ന് അത് നിർവീര്യമായി താഴെ വീണു പോയി എന്നുള്ളതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ പല സീനുകളും ആവർത്തനം ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലാണ് അത് പിന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പിന്നെ സിനിമയിലെ പല പാട്ടുകളും നല്ലതാണ്, പക്ഷേ അവയുടെ ഉപയോഗം അല്ലെങ്കിൽ എവിടെയാണ് പ്ലേസ് ചെയ്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പോലും സംവിധായകന് സംശയമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെയാണ് ഈ പാട്ടുകൾ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഇത് മാച്ചാകുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് പലപ്പോഴും സംശയമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ പാട്ടുകൾ റിപ്പിറ്റേഷൻ വരുന്നു. അതോടൊപ്പം തന്നെ കഥാപാത്രങ്ങളുടെ പല കഥാപാത്രങ്ങളും പിന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ ആ ഒരു കഥാപാത്രങ്ങൾ ഡെപ്തില്ല. നമ്മുടെ ജെ ഹോയിൽ ആ അമ്മച്ചിയില്ലേ, ആ അമ്മച്ചിയൊക്കെ വന്നിവിടെ ഡാൻസ് ചെയ്തിട്ട് പോകുന്നത് നല്ല ഗംഭീരമാണ്. പക്ഷേ ആ കഥാപാത്രങ്ങൾക്കൊരു ഡെപ്ത് ഇല്ലാതെ പോകുന്നു. കുറേ കൊച്ചു കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമയുടെ അകത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കുറേ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു പോകുന്നതല്ലാതെ ആ കുട്ടികൾക്കോ പിന്നെ പേരൻസുമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുമായിട്ട് നമ്മുടെ പിന്നെ ആശാന് ബന്ധങ്ങൾ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അതോടൊപ്പം തന്നെ ജോമോൻ ജ്യോതിറിൻ്റെ മാനറിസങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല കുറേ ഇമോഷൻ രംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സീരിയസ് രംഗങ്ങളിൽ പോലും പുള്ളിയുടെ ആ ഒരു പഴയ ഒരു എന്താ പറയുക, ആ പഴയ മാനറിസം കടന്നു വരുന്നുണ്ട്. കോമഡി കലരുന്ന ഒരു ഗൗരവമില്ലായ്മ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സിനിമയുടെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രശ്നങ്ങളെക്കുറിച്ചോ പറയുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട്. പ്രൊഡ്യൂസറായിട്ടുള്ള ആശാന്റെ ബാങ്ക് ബാലൻസ് പൊട്ടിച്ചിട്ടാണ് സിനിമ എടുക്കുന്നത്. പണമില്ലാതാകുമ്പോൾ പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകരിൽ ഈ സാമ്പത്തികം കിട്ടുകയോ ഇല്ലയോ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ തിരിച്ചു വന്നോ എന്നതൊക്കെ പല സംശയങ്ങളും ഉണ്ടാക്കി സിനിമ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിനിമയ്ക്കകത്ത സിനിമയെ ഒരു ആർട്ടാണോ അല്ലെങ്കിൽ ഒരു പിന്നെ കൊമേഴ്ഷ്യൽ സാധനമാണോ, കവി എന്താ ഉദ്ദേശിച്ചത്? ആ സിനിമയ്ക്കകത്തെ സിനിമയെ, കാരണം ആദ്യം കോമഡി വെച്ച് ആശാനെ കൊണ്ട് കോക്രയാട്ടങ്ങളെ മുഴുവനും കാണിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണല്ലോ സംവിധായകൻ സീരിയസ് ആകുന്നത്, അല്ലെങ്കിൽ ആശാൻ പിന്നെ ഉപദേശിക്കുന്നത്. കഥ കിട്ടാൻ വേണ്ടി അവൻ അലഞ്ഞു തിരിഞ്ഞ് കഥ ഉണ്ടാക്കിയാണ്. അവസാനം കഥ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സാധനം എന്താ ഉദ്ദേശിച്ചത്, അതെന്താ ഉദ്ദേശിക്കുന്നത്, അതിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ടാക്കി ഒരു ക്ലാസിക്കൽ ടച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മലങ്കൾട്ട് ഉണ്ടാക്കി വെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയ്ക്കകത്തെ സിനിമ പറയുമ്പോൾ ആ അകത്തുള്ള സാധനത്തെ വളരെ ഗംഭീരമാക്കാൻ ശ്രമിക്കണം. പിന്നെ സാധാരണക്കാരനായിട്ടുള്ള ഓഡിയൻസ് ഇങ്ങനെയൊക്കെയാണ് സിനിമയ്ക്ക് ദൂരെ യാത്രയൊന്നും ചെയ്യേണ്ട അല്ലെങ്കിൽ ലൊക്കേഷനുകളിലൊന്നും പോകേണ്ട, ഇത് കണക്ക് ഒരു സ്ഥലത്ത് അകത്ത് പിന്നെ ഗ്രീൻ സ്ക്രീൻ ഇട്ട് അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ ഇട്ട് നമുക്ക് സിനിമ പിടിച്ചാൽ മതി, ബാക്കിയെല്ലാം ഗ്രാഫിക്സിൽ CGI ചെയ്ത് റെഡിയാക്കും എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ സിനിമാ ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇതിൽ തന്നെ പറയുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ടെക്നിക്കാണ് സംഭവം എന്ന് പറയുന്നുണ്ട്. അത് എല്ലാവരും സിനിമയെക്കുറിച്ച് അറിയുന്നവർക്ക് ഓക്കെയാണ്. പക്ഷേ സിനിമയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമമെങ്കിലും നടത്തണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ സിനിമ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഉള്ള ഇത് കാണിക്കണം. ശരിയാണ്, തുടക്കത്തിൽ തന്നെ കുറേ എഡിറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നായകൻ്റെ ഇതിൽ കുറേ എഡിറ്റിംഗ് അറിയാവുന്ന ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ അതല്ലല്ലോ സിനിമയ്ക്കകത്തെ സിനിമ എടുക്കുമ്പോൾ വരേണ്ടത്. അതിൽ ഒരു പൂർണ്ണത ഇല്ലാതെ പോയി എന്നുള്ളതാണ്. സാധാരണക്കാരൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സിനിമയ്ക്കകത്തെ സിനിമയുടെ ഗ്രാഫിക്സും മറ്റു കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാക്കി എടുക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ സിനിമ പലയിടത്തും ഇഴച്ചലുണ്ടാകുമ്പോൾ ചിലയിടത്താണെങ്കിൽ വളരെയധികം ഫാസ്റ്റായിട്ട് സിനിമ പോകുന്നുണ്ട്. കാരണം ഒരു 100 ഷോട്ടൊക്കെ എടുക്കുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു സാധനമാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഷോട്ട് തന്നെ 100 എണ്ണം എടുക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ചുരുക്കത്തിൽ സിനിമയുടെ പ്യൂരിറ്റിയും ഉദ്ദേശശുദ്ധിയും
മികച്ചതാണെങ്കിലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സംവിധായകൻ കാണിച്ച അമിതമായ ആത്മവിശ്വാസം ശരിയല്ല എന്ന് പറയും. എഡിറ്റിങ്ങിനെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് ഞാൻ പറയും. 1 മണിക്കൂർ കുറച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കുറച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച ഒരു സിനിമ ആകാൻ ആശാന് സാധിക്കുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആശാൻ്റെ ആശകൾ ഒത്തില്ല എന്ന് ഞാൻ മാത്രമേ പറയത്തുള്ളൂ. കാരണം സിനിമയ്ക്കകത്തെ സിനിമകൾ ഒരുപാട് തമിഴിലും മലയാളത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ആ പുതിയ കാലത്തെ ഈ സിനിമയ്ക്കകത്തെ സിനിമയിൽ ബ്ലെൻഡ് ചെയ്തപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് ആ ഉദ്ദേശിച്ച രീതിയിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആശാൻ്റെ വലിയൊരു പിശകായിട്ട് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് എന്നെ ഈ സിനിമ നിരാശപ്പെടുത്തി കളയാനുള്ള പ്രധാനമായ കാരണം. സിനിമയെക്കുറിച്ച് അറിയുന്ന അല്പമെങ്കിലും ഷൂട്ടിംഗ് കണ്ടതോ അല്ലെങ്കിൽ ക്യാമറയെക്കുറിച്ചോ അതല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഓക്കെയാണ്, അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കൺവേ ആകും. ബാക്കി സാധാരണക്കാരന് അത് കൺവേ ആവത്തില്ല. സാധാരണക്കാരനെ കൂടി തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ഒരു സിനിമ എടുക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു.